തൈര് ഒട്ടും ചേർക്കാത്തൊരു മാമ്പഴ പുളിശ്ശേരി നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടോ? ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് തൈരൊട്ടും ചേർക്കാത്തൊരു മാമ്പഴ പുളിശ്ശേരിയാണ്. കുറേ ആയി മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാൻ പറ്റിയ മാങ്ങ തേടി നടക്കുന്നു. പുളിശ്ശേരി ഉണ്ടാക്കാൻ എന്തായാലും ചെറിയ മാങ്ങ തന്നെ വേണമല്ലോ. അങ്ങനെ ഇന്നലെ നമുക്ക് ചെറിയ മാങ്ങ 2-3 കിട്ടിയിട്ടുണ്ട്. മാങ്ങ കിട്ടുമ്പോഴേക്കും നമ്മളെ കയ്യിൽ തൈരില്ലായിരുന്നു. തൈരില്ലെങ്കിൽ നമുക്ക് മാമ്പഴ പുളിശ്ശേരി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. മാങ്ങാ സീസണൊക്കെ കഴിയാറായില്ലേ? ഇനിയും താമസിച്ചാൽ പിന്നെ നമുക്ക് ഈ മാങ്ങയും കിട്ടില്ല. 4 ചെറിയ മാങ്ങയാണ്, നല്ല പഴുത്ത മാങ്ങയാണ്. അത് ചട്ടിയിലിട്ടു നമ്മൾ ആവശ്യത്തിന് വെള്ളമൊഴിച്ച് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും ഒരു കഷ്ണം ശർക്കരയും കൂടി ചേർത്ത് കൊടുത്ത് നന്നായി വേവിച്ചെടുക്കണേ. നമ്മൾ എന്തെങ്കിലും കഴിക്കാൻ ആഗ്രഹിച്ചുണ്ടാക്കുമ്പോൾ എന്തെങ്കിലും ഒരു സാധനം കുറവുണ്ടായിരിക്കും. പക്ഷെ നമ്മൾ ഉണ്ടാക്കാതിരിക്കാൻ പാടില്ല. നമ്മൾ എന്തെങ്കിലും ഉണ്ടാക്കാൻ കരുതിയാൽ ഒരു ചെറിയ എന്തെങ്കിലും സാധനം കുറവുണ്ടായിരിക്കും. ഇന്ന് കരുതി നമ്മൾ എന്തെങ്കിലും ഉണ്ടാക്കാൻ വിചാരിച്ചാൽ എന്തായാലും അന്നേരം തന്നെ ഉണ്ടാക്കിയിരിക്കണം. ഒരു സാധനമല്ലേ കുറവുള്ളൂ, മറ്റുള്ള സാധനമൊക്കെ ഉണ്ടല്ലോ. ഒരേ ഒരു സാധനത്തിന് വേണ്ടി നമ്മൾ ഉണ്ടാക്കാൻ വിചാരിച്ച കാര്യം ഒരിക്കലും മാറ്റി വെക്കാൻ പാടില്ലേ. അങ്ങനെ ഒട്ടും മാമ്പഴ പുളിശ്ശേരിയുടെ രുചി കുറയാതെ തന്നെ ഞാൻ ഉണ്ടാക്കി കാണിച്ചു തരാം. പിന്നെ അതിലേക്ക് ചേർത്തത് ഒരു 4-5 മുളക് നീളത്തിലരിഞ്ഞതാണ്. ഇതൊക്കെ നന്നായി വെന്ത് വരുമ്പോഴേക്കും നമുക്ക് തേങ്ങയും ജീരകവും പിന്നെ തൈരിന് പകരം ചേർത്തത് വിനാഗിരിയാണ്. കുറച്ച് വിനാഗിരി ഉണ്ടായിരുന്നു. ചെറിയൊരു പുളിപ്പ് രസമല്ലേ വേണ്ടു, അതിന് നമുക്ക് വിനാഗിരി തന്നെ ധാരാളമാണ്. പിന്നെ ഉള്ളിയോ വെളുത്തുള്ളിയോ ഒന്നും ചേർത്ത് കൊടുക്കേണ്ട ഒരു ആവശ്യമില്ല. നല്ല ജീരകത്തിന് പകരം ഞാൻ ചേർത്തത് പെരുംജീരകമാണ്. അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. സാധാരണ പുളിശ്ശേരി ഉണ്ടാക്കുമ്പോൾ ഞാൻ നല്ല ജീരകവും പെരുംജീരകവും കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കാറാണ്. ഇത് നിങ്ങളിഷ്ടം പോലെ എങ്ങനെ വേണമെങ്കിൽ ചേർത്ത് കൊടുത്തോ. അങ്ങനെ വേവിക്കാൻ വെച്ച മാങ്ങയും ശർക്കരയും പച്ചമുളകും എല്ലാം നന്നായി ഉടഞ്ഞ് വന്നിട്ടുണ്ട്. കുറച്ചുകൂടി കുറുകി വരട്ടെ, അപ്പോഴേക്കും അരപ്പൊക്കെ ശരിയായി വരുന്നുണ്ട്. അരപ്പ് നല്ലവണ്ണം അരഞ്ഞിരിക്കണേ, എന്നാലേ പുളിശ്ശേരി അതിൻ്റേതായ രുചിയും മണവും ഒക്കെ ഉണ്ടാവും. അങ്ങനെ നമ്മളെ മാങ്ങയൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. നമ്മളതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നല്ലവണ്ണം കുറുകി വരട്ടെ. എല്ലാം കൂടി നല്ലവണ്ണം കുറുകി വന്നാലേ നമുക്ക് വിചാരിച്ച രീതിയിലുള്ള പുളിശ്ശേരി കിട്ടും. നിങ്ങളാരെങ്കിലും ഇപ്രാവശ്യം പുളിശ്ശേരി ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ, അതായത് മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി നോക്കണേ. ഇതേ രീതിയിൽ തന്നെ നിങ്ങൾ തൈരില്ലാന്ന് വിചാരിച്ചിട്ടൊന്നും പുളിശ്ശേരി ഉണ്ടാക്കാണ്ടൊന്നും നിൽക്കണ്ട. അടിപൊളി ടേസ്റ്റായിരുന്നു. തൈര് മാത്രമല്ല, ശർക്കര കയ്യിലില്ലെങ്കിലും പുളിശ്ശേരി ഉണ്ടാക്കാൻ പറ്റും. നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂടെ ബെൽ ബട്ടനും കൂടി ഒന്ന് അമർത്തിയേക്കണേ. അങ്ങനെ മാമ്പഴ പുളിശ്ശേരിയെല്ലാം നന്നായി കുറുകി വരുന്നുണ്ട്. ഇനി അടച്ചു വെക്കാൻ പാടില്ലേ, തിളച്ച് തൂവിപ്പോവും. ഇത് നമ്മൾ ഇന്നും ഉണ്ടാക്കിയിട്ട് നാളെ കഴിക്കുന്നതായിരിക്കും ടേസ്റ്റ്. ചോറിന് വേറൊരു കറിയും വേണമെന്നൊന്നുമില്ല. അതിലേക്ക് നമ്മൾ കുറച്ച് ഉലുവ പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വളരെ കുറച്ച് മതി. ഈ വീഡിയോ കണ്ട് നിങ്ങൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്കും കമൻറ്റും എല്ലാം ഒന്ന് ചെയ്തേക്കണേ. ഇതുപോലെ ഒന്ന് ഉണ്ടാക്കിയിട്ട് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. ഇനി പുളിശ്ശേരിക്ക് വറുത്തിടാൻ വേണ്ടി നമ്മളൊരു ചീനച്ചട്ടി വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു. 2 സ്പൂൺ വെളിച്ചെണ്ണ മതിയേ. ഇപ്പോൾ മനസ്സിലായല്ലോ, തൈരും ശർക്കരയും ഒന്നുമില്ലെങ്കിൽ നമുക്ക് മാമ്പഴ പുളിശ്ശേരിയെല്ലാം ഉണ്ടാക്കാൻ പറ്റും. അങ്ങനെ എണ്ണയൊക്കെ ചൂടായി വന്നപ്പോൾ നമ്മൾ കടുകിട്ട് പൊട്ടിച്ചു. നല്ലവണ്ണം എണ്ണ ചൂടാകണേ. പിന്നെ 2-3 വറ്റൽമുളക് കൂടി അതിലേക്ക് ചേർത്ത് കൊടുത്തു. അതും നന്നായി മൂത്ത് വന്നാൽ പിന്നെ കറിവേപ്പിലയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. എല്ലാം കൂടി ഒന്നിച്ച് ചേർത്ത് കൊടുക്കണ്ടേ. കറിവേപ്പില കുറച്ചധികം തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടി നന്നായി മൂത്ത് വരട്ടെ. വന്നാൽ നമുക്ക് മാമ്പഴ പുളിശ്ശേരിയിലേക്ക് ചേർത്ത് കൊടുക്കാം. എല്ലാവരും ഇന്ന് തന്നെ മാങ്ങ കിട്ടുമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഈ ഒരു മാമ്പഴ പുളിശ്ശേരി ഉണ്ടെങ്കിൽ വേറൊരു കറിയും ചോറിന് ആവശ്യമില്ല. സാമ്പാറും വേണ്ട, മീൻകറിയും വേണ്ട, ഈ ഒരു കറി മാത്രം മതി. കടുകും വറ്റൽമുളകും എല്ലാം നല്ല മൂപ്പിച്ച് നമ്മളെ പുളിശ്ശേരിയിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ചൂടോടെയോ തണുത്തിട്ടോ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് കഴിക്കാൻ പറ്റും. ഇങ്ങനെയുണ്ട് നമ്മളെ പുളിശ്ശേരി, അടിപൊളിയായിട്ടില്ലേ? എന്നാൽ മാമ്പഴക്കാലമൊക്കെ കഴിയുന്നതിന് മുമ്പേ പെട്ടെന്ന് എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കണേ. എല്ലാവരും ഉണ്ടാക്കിയിട്ടുണ്ടാവും, എന്നാലും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് നമുക്കൊന്ന് കമൻറ്റ് ചെയ്യണേ. നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നാളെ മറ്റൊരു നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും വരുന്നത് വരെ തൽക്കാലം നമ്മൾ പോകുന്നു. ടാറ്റാ, ബൈ ബൈ.